ഇത് ഇന്ത്യയല്ല, ന്യൂസിലാൻഡാണ്. നിങ്ങളുടെ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്ന് ന്യൂസിലാൻഡിൽ സിഖ് സമൂഹത്തിന് നേരെ ആക്രോശിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘടന. എന്താണ് സംഭവം എന്ന് നോക്കാം. അതായത് ന്യൂസിലാൻഡിലെ സിഖ് പരേഡ് വിവാദമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂസിലാൻഡിലെ ഓക്ലൻഡ് നഗരത്തിൽ ഗുരു നാനാക്ക് ജയന്തിയുടെ ഭാഗമായി സിഖ് സമൂഹം നടത്തിയ വാർഷിക നാഗർ കീർത്തന പരേഡിനിടെ വലിയ കോലാഹലമാണ് ഉണ്ടായിരിക്കുന്നത്. ഡെസ്റ്റിനി ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സംഘം പരേഡിൽ കടന്നുകൂടുകയും പരേഡിനെതിരെ പ്രതിഷേധിക്കുകയും സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനെ തുടർന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യവും സാംസ്കാരിക ബഹുമാനവും സംബന്ധിച്ച ചർച്ച ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ശനിയാഴ്ച സിഖ് സമൂഹം നാഗർ കീർത്തന പരേഡിൽ നിന്ന് മടങ്ങുമ്പോൾ ഡെസ്റ്റിനി ചർച്ചുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ പേട്രിയറ്റ് ഓഫ് ന്യൂസിലാൻഡ് അംഗങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സംഘം റോഡിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പരമ്പരാഗത ഹക്ക അവതരിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ പിന്നിൽ ഇത് ഇന്ത്യയല്ല ന്യൂസിലാൻഡാണ് എന്ന് വ്യക്തമായി എഴുതിയ ഒരു കറുത്ത ബാനറും ഉണ്ടായിരുന്നു. സംഭവത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതിൽ പ്രകടനത്തിന്റെ സംഘാടകരായിട്ടുള്ള ബ്രയാൻ ടാംകി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. ഓക്ലൻഡിലെ തെരുവുകളിൽ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഖലിസ്ഥാന്റെ പതാകകൾ ഉയർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യൻ സർക്കാർ ഖലിസ്ഥാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. കൂടാതെ ന്യൂസിലൻഡിന് എങ്ങനെയാണ് അത്തരം വിദേശ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പരേഡ് ചെയ്യാൻ അനുവദിക്കാൻ കഴിയുക? അതായത് സിഖുകാർ മുഴുവൻ ഖലിസ്ഥാനികളാണ് എന്നാണ് ഇപ്പോൾ ന്യൂസിലൻഡുകാർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. അത് ഖലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന സിഖുകാർ ഉണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അവരെ തള്ളിപ്പറയുന്ന സിഖുകാരാണ് കൂടുതൽ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ തീവ്രവാദ സംഘടനയുടെ സ്വാധീനം സിഖുകാർക്ക് ലോകമെമ്പാടും ഉള്ള സ്വീകാര്യതയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. സംഭവത്തെ വിമർശിച്ചുകൊണ്ട് ഫ്രീ സ്പീച്ച് യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിലിയൻ ഹീത്തർ പറഞ്ഞു, ഒരു സമൂഹത്തിന്റെ പരേഡിലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലോ ശാരീരികമായി ഇടപെടുന്നത് ഒരു പരിധി കടക്കുന്നതിന് തുല്യമാണ്. ഒരു നാഗർ കീർത്തനം തടയാൻ 50 പേർ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതൊരു പ്രതിഷേധമായിട്ടില്ല, മറിച്ച് മറ്റുള്ളവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ ഹനിക്കുന്നതായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.